ഹായ് ഫ്രണ്ട്സ്, നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നിങ്ങളെല്ലാം ആദ്യം തന്നെ ചോദിക്കാം, നിങ്ങളെല്ലാം ഭക്ഷണം കഴിച്ചായിരുന്നോ? അത് ചോദിക്കാനൊരു കാരണമുണ്ട്. കാരണം നമ്മൾ ഇന്ന് സോഷ്യൽ മീഡിയ കണ്ടിട്ടുള്ള ഒരു പുതിയ ന്യൂസാണ്. പ്രവാസിയായിട്ട് വർഷങ്ങളോളം ജോലി ചെയ്ത് ഉള്ള സ്വത്തും മുതലും മക്കൾക്ക് കൊടുത്ത് അവസാന കാലത്ത് ഭക്ഷണം പോലും കൊടുക്കാൻ പറ്റാതെ വളരെയധികം ചൂഷണവും ബുദ്ധിമുട്ടും സഹിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അതിനു മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾ പലർക്കും അറിയാത്ത കാര്യമായിരിക്കാം, അറിഞ്ഞിട്ടുള്ള കാര്യമായിരിക്കാം. പക്ഷെ എന്നാലും നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. ഇനി ഇങ്ങനെ ആർക്കും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അവൻ ഇങ്ങനെ വായിൽ വെച്ചു കൊടുക്കും. നമ്മൾ താരൻ്റെ ഭാര്യ കൈ കൊണ്ട് ഇങ്ങനെ അടിക്കും, തെറ്റ് മാറ്റും. അങ്ങനെ അടിച്ച് തെറിപ്പിച്ചുകൊണ്ടിരുന്നു. ഇവിടെ വെച്ച് കൊടുക്കാനില്ല. എൻ്റെ വീട് എൻ്റെ വീടാണ്, എൻ്റെ വീട്ടിൽ നിന്ന് വെളിയിറങ്ങണം, എൻ്റെ വീട്ടിൽ നിന്ന് വെളിയിറങ്ങുമ്പോൾ അവനെ വഴക്ക്. ഒരു പരിഹാരം എന്താണ്? ഈ ഒരു മനുഷ്യനെ എങ്ങനെ വഴി കളഞ്ഞിട്ട് പോകാൻ തോന്നുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു അത് കേസ് കഴിഞ്ഞ 10 ദിവസങ്ങളില്ലായിരുന്നു. അല്ല, ഇതിൻ്റെ ഒരു തീരുമാനം ഉണ്ടാകണ്ട ചേട്ടാ. കാരണം ഇദ്ദേഹത്തിന് വഴി കളഞ്ഞിട്ട് പോകാൻ എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ്. കാരണം ആഹാരം മാറ്റി കൊടുക്കാന്ന് പറഞ്ഞിട്ട് ആഹാരം വേണ്ടാന്ന് പറയുന്നത്. അത് തന്നെ മുന്താസിനൊന്ന് കാണട്ടെ. മുന്താസ് ഇപ്പോൾ ഇവിടെ ഇല്ലല്ലോ. അവരെ അനിയനും ചേട്ടന്മാരും ഒക്കെ നല്ല സൗകര്യത്തിലുള്ളവരാണ് കേട്ടോ. നല്ല വേണ്ടുവോളം സ്വത്തൊക്കെ ഉള്ള ഒരു മനുഷ്യനായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെ ആ സ്ഥിതിയാണ്. നമ്മളവർ സാഗറിനെയൊക്കെ ഒന്ന് കാണും. സാഗറൊക്കെ കൊണ്ട് പിന്നെ തൊട്ടപ്പുറത്ത് ആഹാരം മാറ്റി കൊടുക്കാൻ പറ്റുമോ? വിശക്കണുണ്ടാ? ഞാൻ എടുത്തോണ്ട് കേട്ടാ വീട്ടിൽ പോയി വേണ്ടെന്ന് പറഞ്ഞാൽ പറ്റുമോ? ഇത് എന്തെന്നുള്ളതിന്റെ സത്യം പറയാം. അങ്ങനെ വയ്യാതായി ഹോസ്പിറ്റലിൽ പോയി കാണിച്ചു ഇവിടെ വന്ന് ഇവിടെ വന്നിട്ട് ഇവരാരും വേണ്ടിയില്ല. ഡയബറ്റിക് ഭക്ഷണം ഇവിടെ നിന്നൊന്നും അല്ല കഴിക്കുന്നത്. അവർ കൊടുക്കുന്നില്ലല്ലോ. അതവൻ പറഞ്ഞാണ് അറിഞ്ഞ. മുംതാസുമായിട്ട് നല്ല പരിചയം അടുപ്പമൊക്കെ ഉള്ളതാണ്. അപ്പം ഒരു മനുഷ്യന്റെ അവസ്ഥ വായിൽ വെച്ചു കൊടുത്തത് തട്ടിക്കളയും. അതിപ്പോ നമ്മൾ കണ്ട് വീഡിയോ ഉൾപ്പെടെ ഉണ്ട്. വീഡിയോ എടുത്തെന്ന് പറഞ്ഞാൽ ഞാനും എന്റെ വൈഫും കൂടെയാണ് വന്നത്. വീഡിയോ എടുത്തില്ലെങ്കിൽ അവസാനം പറയുന്നത് എന്താണെന്ന് അറിയുമ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് അടിയുണ്ടാക്കിയിട്ട് പോയെന്ന് പറഞ്ഞു. ചാച്ചിയെ കാണിച്ച് ചാച്ചിയെ കൂടെ വാർഡ് മെമ്പർ എന്നുള്ള രീതിയിൽ ചാച്ചിയെ കാണിച്ചു. ചാച്ചി അറിയണം ഇതാണ് അവസ്ഥ എന്നുള്ളത്. നമ്മുടെ കേരളത്തിൽ ഇങ്ങനൊക്കെ ഒരു സംഭവം നടക്കും നമ്മൾ അറിയല്ല. വെളിയിൽ പോകാത്ത ഒരു മനുഷ്യന് ഇത്തിരി ഒരു മനുഷ്യൻ ആയുസ് മുഴുവൻ കിടന്ന് ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട് തിരിച്ച് നാട്ടിലെത്തുമ്പോൾ ഒരു നേരത്തെ ആഹാരം കൊടുക്കുക എന്തായിക്കോട്ടെ, മാനസിക രോഗി ആയിക്കോട്ടെ, നോക്കാൻ മക്കളെന്ന രീതിയിൽ അയൽവാസികൾ പോലും ഫുഡ് കൊണ്ട് കൊടുത്തിട്ട് അതിന്റെ വായിൽ വെച്ച് കൊടുക്കാൻ പോകുമ്പോൾ അത് തട്ടി മാറ്റുന്ന മക്കളുള്ള ഈ നാട്ടില് ഇവളെ പോലുള്ളവന്മാരെ എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ല. കാരണം കാണുമ്പോൾ നമ്മുടെ നെഞ്ചു പൊട്ടുകയാണ്. അപ്പോൾ ഇതേ കണക്ക് ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് തിരഞ്ഞെടുത്ത് ചെയ്യുന്നതിൻ്റെ കാരണം വേറൊന്നും കൊണ്ടല്ല. കാരണം ഇനി ഇതേപോലുള്ള ഒരു അവസ്ഥ ഒരാളിലോട്ട് എത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കാണുന്ന മക്കൾക്ക് ഓർമ്മ വരാൻ വേണ്ടിയിട്ടാണ്. അത്രയും കഷ്ടപ്പെട്ട് അത്രയും ബുദ്ധിമുട്ടി നിങ്ങളെ പഠിപ്പിച്ച് നല്ല നിലയിലാക്കി എല്ലാം വന്നിട്ട് ഇപ്പോൾ അവിടുത്തെ നാട്ടുകാർ ഇടപെട്ടിട്ടുണ്ട്. കാരണം നല്ല തന്നെ അവർ ചെയ്യുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇതേപോലുള്ള നമ്മൾ വിചാരിക്കാത്ത ഇതേ കണക്കത്ത് ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ആൾക്കാർ ഈ കേരളത്തിൽ തന്നെ നിറയെ ഉണ്ടാവും. നമ്മളാരും കാണുന്നില്ല. നമ്മളിങ്ങനെ ന്യൂസ് വരുമ്പോൾ മാത്രമേ നമ്മൾ അതിനെക്കുറിച്ച് കാണുന്നുള്ളൂ, നമ്മൾ സങ്കടപ്പെടുന്നുള്ളൂ. പക്ഷേ ഈ വീഡിയോസ് കാണുന്നവർ ഓരോ ആളുടെ ഓർമ്മയ്ക്ക് പറയുകയാണ്, നമ്മൾ നമ്മുടെ തന്തയും തള്ളേനെയും, അതായത് നമ്മുടെ അച്ഛനെയും അമ്മേനെയും അല്ലെങ്കിൽ നമ്മുടെ മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. എനിക്ക് പറയാനുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ. ഇതേപോലെ ഒരു അവസ്ഥ ഒരു മനുഷ്യനും ഉണ്ടാവാൻ പാടില്ല. നിങ്ങളോട്ട് എത്തിക്കണമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. നമ്മുടെ അച്ഛനമ്മമാരെ നോക്കേണ്ടത് നമ്മുടെ കടമയാണ്. അത് നമ്മളെ വളർത്തി പഠിപ്പിച്ച് നമുക്ക് നല്ല നിലയിലാക്കി കഴിയുമ്പോൾ അവർ നമുക്കൊരു ബാധ്യത എന്ന് പറയുന്നത് ഒരിക്കലും ആവാൻ പാടില്ല. എനിക്ക് തന്തയും തള്ളയില്ല.
രണ്ടുപേരും മരിച്ചു പോയതാണ്. അപ്പോൾ അതില്ലാത്തതിൻ്റെ വിഷമം നമുക്കറിയാം. അപ്പോൾ ആ ഒറ്റ കാര്യം കൊണ്ട് മാത്രമാണ് നമ്മളിത് ഇങ്ങനത്തെ വീഡിയോ ചെയ്യാൻ കാരണം. നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുക, മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മുടെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ ബൈ.